നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ കേരളത്തിലെ ബിസിനസ്സുകാരോടും വ്യവസായികളോടും എന്തിനേറെ സാധാരണ ജനങ്ങളോട് പോലും എത്രയധികം രൂപ പിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കൈക്കൂലി കൊടുക്കാത്തതിൻ്റെ പേരിൽ എത്ര വ്യവസായ സംരംഭങ്ങളാണ് പകുതി വഴിയിൽ നിർത്തിപ്പോയിട്ടുള്ളത്? എത്ര പേരാണ് ജീവിത പ്രാരാബ്ധത്തിൽ പകച്ചു നിൽക്കുന്നത്? എത്ര പേരാണ് ജീവൻ നഷ്ടപ്പെടുത്തിയത്? എത്ര പേരാണ് ശാരീരികമായും മറ്റു വിധത്തിലും ആക്രമിച്ച് നിരുത്സാഹപ്പെടുത്തുന്നത്? ആന്തൂരിലെ സാജൻ ഒരു ഉദാഹരണം മാത്രമാണ്. ആരും ഒന്നും മറക്കുന്നില്ല. ഇങ്ങനെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നവമാധ്യമങ്ങൾ എല്ലാവരെയും കൃത്യസമയത്ത് എല്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവേകമുള്ള, ചിന്തിക്കാനുള്ള തലച്ചോറ് ഇനിയും പണപ്പെടുത്തിയിട്ടില്ലാത്ത, വ്യവസായമുള്ള, ഭാവിയെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഇന്നത്തെ മധ്യവത്സരും യുവജനങ്ങളും കൗമാരക്കാരും എല്ലാം കൃത്യമായി നോക്കിക്കണ്ട് മനസ്സിലാക്കി നിശബ്ദരായി പ്രതികരിക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധം ശരിയായ രീതിയിൽ ജീവിത വിജയം നടത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു പഴയ സഖാവ് വികസിത വിദേശ രാജ്യത്തിൻ്റെ എല്ലാ സുഖ സൗകര്യ സുരക്ഷിതങ്ങളിലും മുഴുകിയിരുന്ന് അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തെ പ്രകീർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. തൻ്റെ എല്ലാ വിദേശ സംരംഭങ്ങളും കൂട്ടിക്കെട്ടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അനുദിനം ഇത്രയധികം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹം വരികയും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുകയും കൂടുതൽ മലയാളികൾക്ക് ജോലി നൽകുകയും ചെയ്യുന്നില്ല? പ്രസംഗിക്കാൻ കൊള്ളാം, ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ തടയാൻ ആളുകളുണ്ടല്ലോ. നന്ദി.